നിങ്ങൾക്കറിയാമോ, ലോകചരിത്രത്തിൽ ഒരു സാമ്രാജ്യവും ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞിട്ടില്ല. അജയ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ പതിയെ പതിയെ ആന്തരികമായ ജീർണതകളിലൂടെയും പുറമേ നിന്നുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെയുമാണ് കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടങ്ങളെ കേവലം സൈനിക സംഘർഷമായി മാത്രം കാണാൻ കഴിയില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിക്കുന്ന അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തിൻ്റെ, അതായത് യൂണിപോളാർ വേൾഡ് ഓർഡറിൻ്റെ അന്ത്യത്തിന് കുറിക്കപ്പെടുന്ന ആമുഖമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇറാന് അമേരിക്കയെ സൈനികമായി പരാജയപ്പെടുത്താനുള്ള ശേഷിയില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ അമേരിക്കയുടെ നയതന്ത്ര വിശ്വാസ്യതയെ ചോദ്യം ചെയ്തും സാമ്പത്തികമായി വലിയ പരിക്കേൽപ്പിച്ചും റഷ്യയ്ക്കും ചൈനയ്ക്കും ആഗോളതലത്തിൽ പിടിമുറുക്കാൻ അവസരമൊരുക്കിയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു തകർച്ചയിലേക്കാണ് ഇറാൻ അമേരിക്കയെ വലിച്ചിഴക്കുന്നത്. ഇത് വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള അധികാര ഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലഭിച്ച മുൻതൂക്കം വളരെ വലുതാണ്. ഇറാന്റെ പരമോന്നത നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളും വ്യോമപാതകളിൽ അമേരിക്ക നേടിയെടുത്ത സമ്പൂർണ്ണ ആധിപത്യവും അവരുടെ സൈനിക ശക്തിയുടെ വിളംബരമായിരുന്നു. ടെഹ്റാന്റെ ആകാശത്ത് നിർഭയം പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ പകുതിയിലേറെയും തകർത്തുവെന്ന അവകാശവാദങ്ങളും ഈ മേൽക്കൈയെ ശരിവയ്ക്കുന്നുമുണ്ട്. ഖാർഗ് ദ്വീപിലെ എണ്ണപ്പാടങ്ങൾ ചാമ്പലാക്കിയും മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിമാരകായുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും ഇറാനുണ്ടാക്കിയ നഷ്ടങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നികത്താനാവാത്തതാണ്. എന്നാൽ ഈ സൈനിക വിജയങ്ങൾക്കപ്പുറം അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അത് ലക്ഷ്യബോധമില്ലായ്മയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കോട്ടയായ സുരക്ഷിതത്വ ബോധം ഇതിനകം തകർന്നു കഴിഞ്ഞു. അമേരിക്കൻ സംരക്ഷണം എക്കാലവും തങ്ങളെ കാത്തുകൊള്ളുമെന്ന അഹങ്കാരത്തിനേറ്റ മാരകമായ പ്രഹരമായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ. മറുവശത്ത് ഇറാനിൽ ഒരു ഭരണമാറ്റം സ്വപ്നം കണ്ട അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നിലവിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത്. തങ്ങളുടെ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരുന്ന ഇറാനിയൻ ജനത പോലും അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സൈനികമായ തിരിച്ചടികളേക്കാൾ അമേരിക്കയെ ഇന്ന് ഭയപ്പെടുത്തുന്നത് അവരുടെ സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകുന്നു എന്നതാണ്. അമേരിക്കയുടെ യഥാർത്ഥ ശക്തി അവരുടെ ആയുധപ്പുരകളിലല്ല, മറിച്ച് ഡോളർ എന്ന കറൻസിയിലാണ് കുടികൊള്ളുന്നത്. ഈ സാമ്പത്തിക ആധിപത്യത്തിനെതിരെയുള്ള ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം. ഇത് കേവലം എണ്ണ വിതരണം തടസ്സപ്പെടുത്താൻ മാത്രമുള്ളതല്ല, മറിച്ച് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഡോളറിനുള്ള അപ്രമാദിത്യം നിലനിർത്തുന്നത് 1974 അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ പെട്രോ ഡോളർ കരാറാണ്. എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രമേ നടത്താവൂ എന്ന ഈ നിബന്ധനയാണ് ഡോളറിനെ ലോകത്തിൻ്റെ റിസർവ് കറൻസിയാക്കി മാറ്റിയത്. എന്നാൽ ലോകക്രമം മാറിമറിയുകയാണ്. അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ഈ കരാർ അടുത്തിടെ അവസാനിച്ചതോടെ സൗദി അറേബ്യ മറ്റ് കറൻസികളിലും എണ്ണ വിൽക്കാൻ തയ്യാറെടുക്കുന്നു. ഇതിനൊപ്പം ഇറാൻ തങ്ങളുടെ എണ്ണയുടെ സിംഹഭാഗവും ചൈനീസ് കറൻസിയായ യുവാനിൽ വിൽക്കാൻ തുടങ്ങിയതോടെ ഡോളറിൻ്റെ ആണിക്കൽ ഇളകി തുടങ്ങി. ചൈനയും റഷ്യയും ഇറാനും ചേർന്ന് ഈ ഡി ഡോളറൈസേഷൻ പ്രക്രിയ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. വ്യാപാരങ്ങൾ ഡോളറിൽ നിന്ന് മറ്റ് കറൻസികളിലേക്ക് മാറുന്ന ഈ പ്രതിഭാസം ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആഗോള സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കും. ഡോളർ എന്നത് ഇന്ന് സ്വർണത്തിൻ്റെയോ മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയോ പിൻബലമുള്ള ഒന്നല്ല. 1971 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ഗോൾഡ് സ്റ്റാൻഡേർഡ് റദ്ദാക്കിയതോടെ ഡോളർ വെറുമൊരു ഫിയറ്റ് കറൻസിയായി മാറി. ഗവൺമെൻറ് നൽകുന്ന വാഗ്ദാനങ്ങളിലും വിശ്വാസ്യതയിലും മാത്രമാണ് ഇന്ന് ഡോളർ നിലനിൽക്കുന്നത്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന വിശ്വാസത്തിലാണ് ഇന്ത്യയും ചൈനയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കരുതൽ ധനം അമേരിക്കൻ ട്രഷറി ബോണ്ടുകളാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ $35 ട്രില്യൺ വരുന്ന ഭീമമായ കടക്കെണിയിലാണ് അമേരിക്ക ഇന്നുള്ളത്. ഈ കടം വീട്ടാൻ വീണ്ടും വീണ്ടും പണം അച്ചടിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക വഴി. ഇത് അനിവാര്യമായ പണപ്പെരുപ്പത്തിലേക്കും ഡോളറിൻ്റെ മൂല്യത്തകർച്ചയിലേക്കും നയിക്കും. ഈ അപകടം തിരിച്ചറിഞ്ഞ ചില രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ബോണ്ടുകൾ വിറ്റൊഴിവാക്കി വൻതോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുകയാണ്. സ്വർണത്തിന് പ്രകൃത്യാ തന്നെ മൂല്യമുണ്ട്. അത് ആർക്കും യഥേഷ്ടം അച്ചടിച്ചുണ്ടാക്കാൻ കഴിയില്ല. കൂടാതെ അതൊരു രാജ്യത്തിൻ്റെയും ബാധ്യതയുമല്ല. യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാകുമ്പോൾ ലോകമെല്ലായ്പ്പോഴും സുരക്ഷിത താവളമായി കാണുന്നത് സ്വർണത്തെയാണ്. ഈ സ്വർണ്ണവേട്ട ഡോളറിലുള്ള ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ചരിത്രം പരിശോധിച്ചാൽ ഒരു വൻ ശക്തിയിൽ നിന്ന് മറ്റൊരു ശക്തിയിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പരിവർത്തന ഘട്ടമുണ്ട്. ഇതിനെ രാഷ്ട്രീയ വിദഗ്ധർ ദ ബ്രിഡ്ജ് സ്ലൈഡ് എന്നാണ് വിളിക്കുന്നത്.
1763 മുതൽ 1945 വരെ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. എന്നാൽ 2 ലോകമഹായുദ്ധങ്ങൾ ബ്രിട്ടന്റെ സാമ്പത്തിക അടിത്തറ തകർത്തതോടെ ആ അധികാരം അമേരിക്കയിലേക്ക് മാറി. കോളനികൾക്ക് പകരം ലോകമെമ്പാടും 800-ലധികം സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് ഡോളർ എന്ന സാമ്പത്തിക ആയുധം ഉപയോഗിച്ച് അമേരിക്ക ലോകത്തെ ഭരിച്ചു. എന്നാൽ ഇന്ന് നാം കാണുന്ന ഭീമമായ കടവും പണപ്പെരുപ്പവും മറ്റ് രാജ്യങ്ങൾ ഡോളറിനെ കൈവിടുന്നതും അമേരിക്കൻ യുഗത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ സാമ്രാജ്യം ക്ഷയിക്കുകയും പുതിയൊരെണ്ണം ഉദിച്ചുയരുകയും ചെയ്യുന്ന ഈ പാലത്തിലൂടെയാണ് ലോകം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയും ചൈനയും ഈ അധികാര കൈമാറ്റത്തിൽ നിന്ന് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ ഇതിനെ തടയാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് അമേരിക്കൻ നേതൃത്വം. ഡോളർ തകർന്നടിയുകയും ലോകം ഒരു വലിയ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാൻ ആഗോള സാമ്പത്തിക ശക്തികൾ, അതായത് ഗ്ലോബൽ എലൈറ്റ്സ്, ശ്രമിക്കുമെന്നതിൽ സംശയമില്ല. വേൾഡ് ഇക്കണോമിക്സ് ഫോറം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട 2030 അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റീസെറ്റ് ഇതിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാമ്പത്തിക തകർച്ചയുടെ മറവിൽ മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളിലെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം അവർ അവതരിപ്പിച്ചേക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസികളാണ്. പണമില്ലാത്ത ഒരു ലോകത്ത് തങ്ങളുടെ വരുമാനവും ചെലവുകളും സമ്പൂർണ്ണമായും ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഇതിനൊപ്പം ഓരോ പൗരന്റെയും ആരോഗ്യ വിവരങ്ങളും യാത്രാരേഖകളും ഉൾപ്പെടുന്ന ഒരു സമഗ്ര ഡിജിറ്റൽ ഐഡന്റിറ്റിയും നടപ്പിലാക്കപ്പെട്ടേക്കാം. ഡോളർ എന്ന പഴയ ആയുധം ഉപേക്ഷിച്ച് സാങ്കേതിക വിദ്യയിലൂന്നിയ പുതിയൊരു ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനത്തിലേക്ക് ലോകം ചുവടുമാറുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് നിലവിലെ ആഗോള സംഭവ വികാസങ്ങൾ. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധം കേവലം അതിർത്തികളിലെ ബോംബ് വർഷങ്ങൾ മാത്രമായി ചുരുങ്ങുന്നില്ല. അത് നൂറ്റാണ്ടുകളായി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ചിതയൊരുക്കലാണ്. ഡോളറിന്റെ പതനവും സ്വർണത്തിലേക്കുള്ള തിരിച്ചുപോക്കും ഉയർന്നു വരുന്ന ഡിജിറ്റൽ നിയന്ത്രണങ്ങളും പുതിയൊരു ലോകക്രമത്തിന്റെ ജനനത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം ഒറ്റയടിക്ക് ഇല്ലാതാകില്ലായിരിക്കാം. എന്നാൽ അതിൻ്റെ സുവർണ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റങ്ങൾക്കിടയിൽ ലോകരാജ്യങ്ങളും സാധാരണ പൗരന്മാരും തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വവും വ്യക്തി സ്വാതന്ത്ര്യവും എങ്ങനെ സംരക്ഷിക്കുമെന്നത് വരും കാലം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.